നമസ്കാരം. അടുത്ത നാൾ ആയില്യമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് 2025 പൊതുവെ സമാധാനം സ്വസ്ഥതയും മാത്രമേ ഉണ്ടാവുള്ളൂ. 2024 അങ്ങനെ തന്നെയാണ്. പക്ഷേ കുറച്ച് ഡൗൺ ആയിരിക്കും ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ടാവുക. ഇനി അത് അങ്ങോട്ട് സ്റ്റേബിളായിട്ട് തന്നെ പോകും. അതായത് സമാധാനം മാത്രമേ നിങ്ങൾക്ക് ഇനി ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ ഇത്രയും കാലം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അത് വല്ല വസ്തുവായിരിക്കാം, അല്ല എന്തെങ്കിലും കാര്യമായിരിക്കാം. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കാത്തിരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരുന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് വന്നു ഭവിക്കും 2025. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. കലാകായിക രംഗത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപജീവനം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താൻ കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ആളാവാനും സാധ്യത കൂടുതലാണ്. ഒപ്പം തന്നെ പല പുരസ്കാരങ്ങളും ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം നടക്കുകയാണെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾ ബിരുദാനന്തര ബിരുദമോ പഠിച്ച് കഴിയണ ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ ഉയർന്ന മാർക്കോടെ പാസ്സാവുകയോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പാസ്സാവുകയോ ചെയ്യും. എന്തായാലും തോറ്റുപോവില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അധികം കാലതാമസം ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തന്നെ ഈ വർഷത്തെ ശനി മാറ്റം നിങ്ങൾക്ക് നല്ല ഗുണം തന്നെ ചെയ്യുള്ളൂ. പക്ഷേ രാഹു മാറ്റം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. രാഹു മാറ്റം തന്നെ കാര്യങ്ങൾ വിഘ്നം വരാനും സാധ്യത വളരെ കൂടുതലാണ്. വ്യാഴം 12 സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ വർഷത്തിൻ്റെ പകുതിയിൽ നിന്ന് അത്യാവശ്യം ഡിസംബർ 2026 മാർച്ച് വരെ നിങ്ങൾക്ക് യാത്രകൾ വളരെ കൂടുതലായിരിക്കും. യാത്രകൾ നിങ്ങൾക്ക് മുടക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ യാത്രയുടെ ഒപ്പം തന്നെ പല നല്ല വിഷയങ്ങളും നടക്കണതുകൊണ്ട് നിങ്ങൾക്ക് അധിക ചെലവും ഒരു ജൂൺ മാസത്തിന് ശേഷം എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ജോലിക്കായിട്ടോ പഠനത്തിനായിട്ടോ മറ്റ് സ്ഥലത്തിൽ പോകുന്നതും കൊണ്ടും നിങ്ങളുടെ യാത്രയുടെ ക്ഷീണം കാരണം കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കൊണ്ടും അവരൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചകൾ നിങ്ങൾ വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നിങ്ങൾ നിരന്തരമായിട്ട് വർഷാവസാനമാകുമ്പോഴേക്കും കമ്മിയാക്കും. ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.